കനത്ത മഴയിൽ വയനാട് കൽപ്പറ്റ ബൈപ്പാസിൽ മണ്ണിടിച്ചിൽ ഗതാഗതം സ്തംഭിച്ചു. റോഡ് പൂർവ്വസ്ഥിതിയിലാക്കാൻ ശ്രമം തുടരുകയാണ്. സുർജിത്ത് അയ്യപ്പത്ത് ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. സുർജിത്ത്, എപ്പോഴാണ് ഇങ്ങനൊരു ഗതാഗത തടസ്സം നേരിട്ടത്? ഏതൊക്കെ വഴികളിൽ യാത്ര ചെയ്യുന്നവർ ശ്രദ്ധിക്കേണ്ടതുണ്ട്? ഗോകുൽ, ഇന്ന് പുലർച്ചെയാണ് ഈ സംഭവത്തെക്കുറിച്ച് നമ്മൾ അറിയുന്നത്. ഇന്ന് പുലർച്ചെ ഇവിടെ എത്തുമ്പോഴുള്ള കാഴ്ച ഇതാണ്. വലിയ രീതിയിലൊരു വെള്ളച്ചാട്ടം രൂപം കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അത്രമാത്രം വെള്ളം കുത്തി ഒലിച്ചു വരികയാണ്. ഇത് കൽപ്പറ്റ ബൈപ്പാസ് ആണ്, നഗരഹൃദയത്തിലാണ് ഈ സ്ഥലം. ഇവിടെയാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായിരിക്കുന്നത്. മാത്രമല്ല, റോഡിൽ നിറയെ കല്ലും മണ്ണും എല്ലാം തന്നെ കുത്തിയൊലിച്ച് ചിതറിക്കിടക്കുന്ന നിലയിലാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത്. പോലീസ് എത്തി ഗതാഗതത്തിന് തുറന്നു കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ തൊട്ടുമുകളിൽ ഒരു മലയാണ്. ആ മലയിലാണ് വലിയ രീതിയിൽ ഇങ്ങനെ വെള്ളം കുത്തി ഒലിച്ച് എത്തുന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ടുള്ളത്. അത്രമാത്രം വെള്ളം ഇങ്ങനെ കുത്തി ഒലിച്ച് ഇവിടേക്ക് എത്തുന്ന ഒരു സ്ഥിതിയാണ് കാണുന്നത്. ഇതിന് തൊട്ട് രണ്ട് മലകളെ തുളച്ചുകൊണ്ടാണ് ഈ ബൈപ്പാസ് നിർമ്മിച്ചിട്ടുള്ളത്. സ്വാഭാവികമായും മുകളിലെല്ലാം തന്നെ മലയാണ്. ആ മലയിൽ നിന്നാണ് ഇപ്പോൾ ഈ നിലയ്ക്ക് വെള്ളം കുത്തി ഒലിച്ച് ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ പ്രദേശത്തുള്ള ആളുകളെല്ലാം തന്നെ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. ചേട്ടാ, ഇവിടെ എത്ര മണിക്ക് സംഭവിച്ചെന്നറിയാം? ഏകദേശം ഒരു 4 മണി 5 മണിയോടുകൂടിയാണ് സംഭവിച്ചത്. ഒരു 4 മണിക്ക് ഞാൻ ഇതിൽ വന്ന സമയത്ത് ഇവിടെ വെള്ളം കണ്ടമാനം വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാനിവിടെ നിന്ന് നേരെ വണ്ടി തിരിച്ചു പോയി. ഞാൻ അതിലെ ജയിത്രയുടെ അതിൽ തിരിച്ചിട്ടാണ് ഞാൻ കൈനാട്ടി ഭാഗത്തേക്ക് ഞാൻ പോയത്, മുട്ടിലേക്ക് പോയത്. തിരിച്ച് ഞാൻ എന്തായി എന്നറിയാൻ വേണ്ടി ഇതിൽ തിരിച്ചു വന്നു. വീണ്ടും ഇതേപോലെ ഭയങ്കര ശക്തിയായാണ് വെള്ളം വന്നുകൊണ്ടിരുന്നത്. മാത്രമല്ല ഭയങ്കര കല്ല്, മണ്ണ് ഇതെല്ലാം വന്ന് വണ്ടികളെല്ലാം തടസ്സപ്പെട്ട് വണ്ടികളെല്ലാം തിരിച്ചു പോവുകയാണ് ഉണ്ടായത്. ഈ രാവിലെ ഉണ്ടായ സംഭവമാണിത്. അല്ലാതെ ഇതിൻ്റെ മുകളിൽ കുറച്ച് വീടുകളൊക്കെ ഉണ്ടെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. ഞാനിവിടെ അടുത്ത് തന്നെ ഉള്ള ഒരാളാണ്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് അറിയാൻ പറ്റുന്നുള്ളൂ. മുകളിൽ വീടുകൾക്കൊന്നും നാശം സംഭവിച്ചിട്ടില്ല എന്നാണ് വിചാരിക്കുന്നത്. അതുവരെ അവിടെ നിന്ന് ആരും ഒന്നും തന്നെ പറഞ്ഞിട്ടില്ല. ഇതിലെ ഒരു മനുഷ്യനെ പോലും കണ്ടിട്ടില്ല. രാവിലെ ഞാൻ വരുമ്പോൾ പോലീസ് ഇവിടെ ഉണ്ടായിരുന്നു. പോലീസാണ് ഇതൊക്കെ കണ്ട് റോഡൊക്കെ ക്ലിയർ ആക്കി കൊടുത്ത പോലീസുകാരാണ്. നേരത്തെ എങ്ങനെ സംഭവം ഉണ്ടായി? നേരത്തെ ഇതുപോലെ ഇഷ്ടംപോലെ ഇവിടെ വെള്ളം വരാറുണ്ട്. പിന്നെ രണ്ടാമത് ഈ ബൈപ്പാസിന്റെ പണി എന്ന് പറഞ്ഞാൽ ഇവിടെ ഇതിങ്ങനെ കല്ലൊക്കെ പൊട്ടിച്ച് ഇങ്ങനെ ബുദ്ധിമുട്ടാക്കിയപ്പോഴാണ് കൂടുതലായിട്ട് വെള്ളം ഇവിടെ വരാൻ തുടങ്ങിയത്. ഇല്ല, കോറിയൊന്നുമില്ല. ഇല്ല, ഒന്നുമില്ല. എന്തായാലും ഇദ്ദേഹം ഈ പ്രദേശവാസിയായിട്ടുള്ള ആളാണ് ഈ വിവരങ്ങൾ പങ്കുവച്ചത്. മുകളിൽ കോറിയില്ല എന്നുള്ളതാണ് പറയുന്നത്. പക്ഷേ എന്തായാലും വെള്ളം കുത്തി ഒലിച്ച് ഒഴുകുന്നു. ഇത് ഉരുൾപൊട്ടലാണ്, മണ്ണിടിച്ചിലല്ല. വെള്ളം കുത്തി ഒലിച്ച് ഇങ്ങോട്ട് ഒഴുകുന്ന ഒരു സ്ഥിതിയാണുള്ളത്. ഇവിടെ ഒരു വലിയ വെള്ളച്ചാട്ടം രൂപമെടുത്ത സ്ഥിതിയാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത്. അത്രമാത്രം വെള്ളം മുകളിൽ നിന്ന് കുത്തിയൊലിച്ച് വരുന്നുണ്ട്. ഇത് കൽപ്പറ്റ ടൗൺ ആണ്. ടൗണിന്റെ ഒത്ത നടുക്കാണ് ഈ ബൈപ്പാസ് ഉള്ളത്. ഒരു ഭാഗത്ത് എലക്ഷൻ എസ്റ്റേറ്റ്. ആ വഴിയിലൂടെ കടന്നു വരുമ്പോൾ നേരെ കൈനാട്ടി എന്നുള്ള പ്രദേശത്തെത്തും. കൈനാട്ടി എന്നുള്ള പ്രദേശത്തിന്റെ തൊട്ടടുത്താണ് ഇങ്ങനെ ഒരു ഉരുൾപൊട്ടൽ ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ഇവിടെ നിന്ന് ഈ വഴിയിലൂടെ എല്ലാം യാത്ര ചെയ്യുമ്പോൾ മഴക്കാലത്തെല്ലാം അരികിലൂടെ ഈ വെള്ളം കിനിഞ്ഞിറങ്ങുന്നത് നമുക്ക് എപ്പോഴും കാണാൻ കഴിയുന്ന ഒരു കാഴ്ചയാണ്. പക്ഷേ ഈ നിലയ്ക്ക് ഒരു വെള്ളച്ചാട്ടം രൂപമെടുക്കാവുന്ന വിധത്തിലേക്ക് കാര്യങ്ങൾ മാറിയിട്ടുണ്ടെങ്കിൽ അത് ഒരു വലിയ ഉരുൾപൊട്ടൽ തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. പക്ഷേ ആളപായമോ മറ്റോ ഒന്നും തന്നെ ഇല്ല എന്നുള്ളതാണ് വ്യക്തമാവുന്നത്. ഉടൻ തന്നെ പുലർച്ചെ പോലീസ് ഇവിടേക്ക് എത്തുകയും ഗതാഗതം നിയന്ത്രിക്കുകയും മാത്രമല്ല ഈ റോഡിലെ അടിഞ്ഞ വലിയ കല്ലുകൾ അരികിലേക്ക് മാറ്റാനും തയ്യാറായി എന്നുള്ളതാണ്. ഇപ്പോഴും നമുക്ക് ഈ കാഴ്ച കാണാം. ചിതറിക്കിടക്കുകയാണ് ഈ റോഡിൽ, കല്ല് മൊത്തത്തിൽ ചിതറിക്കിടക്കുകയാണ്. അത്രമാത്രം വലിയ രീതിയിലുള്ള ഒരു ജലപ്രവാഹം തന്നെ നമുക്ക് ഈ റോഡിൽ കാണാൻ കഴിയുന്നുണ്ട് എന്നുള്ളതാണ്. കാരണം അത്രയ്ക്കധികം വെള്ളം കുത്തിയൊലിച്ച് ഇവിടേക്ക് ഒഴുകി വരുന്ന ഒരു കാഴ്ച. അത് വേഗത്തിൽ തന്നെ ഈ വെള്ളം ഇവിടേക്ക് ഒഴുകുന്ന കാഴ്ച അതാണിപ്പോൾ നമുക്ക് ഇവിടെ നിന്നും കാണാൻ കഴിയുന്നത്. അത്ര വലിയ രീതിയിൽ വെള്ളം, മാത്രമല്ല വലിയ കരിങ്കല്ലെല്ലാം തന്നെ അടിഞ്ഞ് കിടക്കുന്നു ഈ റോഡരികിൽ. അത്രമാത്രം വെള്ളത്തിന്റെ ഒരു പ്രവാഹം തന്നെ ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. കൽപ്പറ്റ ബൈപ്പാസിലാണ് ഇത്തരത്തിൽ വലിയൊരു ജലപ്രവാഹം ഉണ്ടാകുന്നത്. ഒരു ഉരുൾപൊട്ടൽ സംശയം പ്രകടിപ്പിക്കുന്നുണ്ട് ആ പ്രദേശവാസികളും. കാരണം പെട്ടെന്ന് പുലർച്ചെയാണ് ബൈപ്പാസിലേക്ക് വലിയ കല്ലുകളും മണ്ണുമൊക്കെ ഇരച്ചെത്തി. ഇപ്പോൾ അവിടെ ഒരു വലിയ ജലപാതം തന്നെ രൂപപ്പെട്ടിട്ടുണ്ട്. ഏതായാലും ആ പ്രദേശത്തൊന്നും മറ്റ് നാശനഷ്ടങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നത് ആശ്വാസകരമാണ്. ബൈപ്പാസിലൂടെയുള്ള ഗതാഗതം നിലവിൽ പുനഃസ്ഥാപിച്ചിട്ടുമുണ്ട്.